ദ്വീപ് കാഴ്ചകളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദ്വീപിലെ പ്രധാന റോഡുകളെല്ലാം വളരെ മനോഹരമായി പരിപാലിക്കപ്പെടുന്നവയാണ്. ഈ റോഡ് അവസാനിക്കുന്നത് ഒരു ചെറിയ വനം പോലെ തോന്നിക്കുന്ന പ്രദേശത്താണ്. ഇരുവശവും തെങ്ങുകളും മറ്റ് വൃക്ഷങ്ങളും കണ്ടൽ കാടുകളും എല്ലാം ഇടതോർന്നു വളരുന്ന ഈ മൺപാത വനപാതകളെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ ഒരു തണുപ്പും പക്ഷികളുടെ ശബ്ദവും ഇടതൂർന്ന മരച്ചില്ലകളുമെല്ലാം ഒരു ചെറിയ വനത്തിലെത്തിയ പ്രതീതി ഉണ്ടാക്കുന്നു. എന്നാൽ ഈ മൺപാതയുടെ മറ്റൊരു വശത്ത് മനോഹരമായ നീലക്കടലാണ്. തൂണ്ടു ബീച്ച് എന്നാണ് ഈ കടൽ തീരം ഇവിടെ അറിയപ്പെടുന്നത്. പ്രകൃതിയുടെ പച്ചപ്പും നീലമയും കൂടിച്ചേരുന്ന മനോഹരമായൊരു സ്ഥലമാണ് തൂണ്ടു. പവിഴപ്പുറ്റുകൾ നിറഞ്ഞ വെള്ള കടൽ തീരവും ശാന്തമായ അന്തരീക്ഷവും ഈ ബീച്ചിൻ്റെ പ്രത്യേകതയാണ്. ഏകദേശം 3 കിലോമീറ്റർ നീളമാണ് തൂണ്ടു കടൽ തീരത്തിനുള്ളത്. അവധി ദിനങ്ങളിൽ മാത്രമാണ് ഇവിടെ ധാരാളം ആളുകളെ കാണാനാവുക. ധാരാളം വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികൾ ഇവിടെ നടത്തപ്പെടാറുണ്ട്. കടലിൽ മുങ്ങി വരുന്നവർക്ക് ശുദ്ധജലത്തിൽ കുളിക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. വിശാലമായ ബീച്ച് ഏരിയയാണ് ഇവിടെയുള്ളത്. ദ്വീപിലെ സംഗമങ്ങളും പാർട്ടികളും മറ്റു ആഘോഷങ്ങളുമെല്ലാം ഇവിടെ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. കടൽ തീരമാകെ മൂടിക്കിടക്കുന്നത് മണലല്ല, പവിഴപ്പുറ്റുകളുടെ പൊടിയാണ്. ഇവ ഇവിടെ നിന്നും വാരിക്കൊണ്ടുപോകുന്നത് ശിക്ഷാർഹവുമാണ്. കടൽ തീരത്തായി ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും കടൽ കാഴ്ച ആസ്വദിക്കാനുമെല്ലാം ധാരാളം ബെഞ്ചുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അല്പം കൂടി മുന്നോട്ട് പോയാൽ ഒരു ട്രീ ഹട്ട് പോലത്തെ സെറ്റപ്പ് കാണാം. അധികം ഉയരമൊന്നുമില്ലെങ്കിലും വാച്ച് ടവർ എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത്. ഇതിൽ നിന്നുള്ള കാഴ്ചയും ഭംഗിയുള്ളതാണ്. ബീച്ചിൽ വളരെ അടുത്തായി ഈ കാണുന്ന കഫേ സ്ഥിതി ചെയ്യുന്നു. ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഇവിടെയാണുള്ളത്. കടൽ കാഴ്ചകൾ ഇഷ്ടമുള്ളവർ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് മാൽഡീവ്സ്.